ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബിജെപിയുടെ സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് മാറുകയാണ്. ശോഭാ സുരേന്ദ്രനും സംഘടനാ തലത്തിൽ നിർണായക പദവി നൽകും. കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് താൽക്കാലത്തേക്ക് തുടരുമെന്നാണ് സൂചനകൾ. ഒഴിവുവരുന്ന മുറയ്ക്ക് സുരേന്ദ്രനെ രാജ്യസഭാ MP ആക്കാനും ആലോചനയുണ്ട്. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിനോദിലേക്ക് വരാം. വലിയ മാറ്റങ്ങൾ BJP തലത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയം ആ പാർട്ടിക്ക് സംഭവിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കണം. അത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു. സുരേന്ദ്രന്റെ നേതൃപാടവമാണ് ഇതിന് കാരണമായത് എന്ന് BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം വന്നത് നമ്മൾ ഫേസ്ബുക്ക് പേജിലടക്കം വന്ന് നമ്മൾ കണ്ടതാണ്. ഇതടക്കം ചേർത്ത് വായിക്കുമ്പോൾ സുരേന്ദ്രനെ തൽക്കാലത്തേക്കെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാഹചര്യം നിലവിലില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഉന്നത പദവികൾ, കൂടുതൽ പദവികൾ BJP നൽകും എന്നുള്ള പ്രതീക്ഷയും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, MP സ്ഥാനത്തേക്ക് അദ്ദേഹം ഒരുപക്ഷെ രാജ്യസഭാ MP സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നേക്കാം. ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കും അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ആലപ്പുഴയിൽ അഭിമാനകരമായ നേട്ടം സമ്മാനിച്ച ശോഭാ സുരേന്ദ്രനും സംഘടനാ തലത്തിൽ വലിയ അംഗീകാരം നൽകും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. വി മുരളീധരൻ ആറ്റിങ്ങലിൽ വലിയ പോരാട്ടത്തിന്റെ വീര്യമുള്ള വി മുരളീധരനും ആ തരത്തിലുള്ള പരിഗണന പാർട്ടി നൽകും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരും. സുരേന്ദ്രനെ MP ആക്കിക്കൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാകുന്നത്. വിനോദ്, എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ പ്രതീക്ഷിക്കണം BJPയുടെ സംഘടനാ തലത്തിൽ? രഞ്ജിത്ത്, BJP സംബന്ധിച്ച് കേരളത്തിൽ വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 20% ഈ വോട്ട് ഷെയർ എന്നത് എത്തിയിരിക്കുന്നു. 3%-ലധികം വർധന എന്നത് BJP സംബന്ധിച്ച് വർധനയുള്ളത്. അതുതന്നെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ നേട്ടമാണ്. അതിന്റെ അതേ പരിഗണന അത് കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി സുരേഷ് ഗോപിയുടെ മനസ്സുകൂടി അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രമന്ത്രി ആവുക എന്നതല്ല, മറിച്ച് തൃശൂരിന്റെ MP എന്നതിനപ്പുറത്തേക്ക് കേരളത്തിനാകെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരിക, ഒരു 10 മന്ത്രിമാരെങ്കിലും തനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ, അല്ലാതെ തന്റെ ആവശ്യങ്ങൾ, താൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന നിലയിലേക്ക് വേണം എന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടും. തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന നിലയ്ക്ക് മന്ത്രിമാരുടെ സേവനമാണ് തനിക്ക് ആവശ്യം, കേന്ദ്രമന്ത്രി പദമല്ല. മാത്രവുമല്ല, അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഉള്ളൊരു താല്പര്യം, കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്. അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ ബിഗ് ബജറ്റ് സിനിമ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രോജക്റ്റുകളുമായി കരാർ ഒപ്പുവെച്ച് മമ്മൂട്ടിയുടെ കമ്പനിയുമായി അങ്ങനെ ഒരു എഗ്രിമെന്റുമായി അദ്ദേഹം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ചില സിനിമകൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. എങ്കിൽ തന്നെയും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ആ പദവി വഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമകൾ ചെയ്തു തീർക്കാനുള്ള അവസരം, ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് സഹമന്ത്രിമാരുണ്ടാകും. അവരെ ഈ ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, കാരണം കേരളത്തിൽ ഇത്രയും വലിയ നേട്ടമുണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ കേരളത്തിലെ നേട്ടം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു MBA ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പരിഗണന, കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുക എന്ന ആവശ്യം. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്ത് ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു പോയ രാജീവ് ചന്ദ്രശേഖർ, ഒരുപക്ഷെ അദ്ദേഹം മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിന്ന് രാജ്യസഭാംഗമാവുകയും മന്ത്രിസ്ഥാനം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സേവനവും കൂടുതൽ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. കെ സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞതാണ്, തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PCC അധ്യക്ഷന്മാരെ ഒരു ഘട്ടത്തിൽ മാറ്റേണ്ട എന്ന് തീരുമാനിച്ചു. എന്നാലും 3-4 സംസ്ഥാനങ്ങളിൽ മാറ്റമുണ്ടായി. സുരേന്ദ്രനെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്രയും വലിയ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച നിലയ്ക്ക് സുരേന്ദ്രൻ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരട്ടെ എന്ന ഒരു ആലോചനയുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റ് ഒഴിവുവരുന്ന മുറയ്ക്ക് സുരേന്ദ്രന് രാജ്യസഭാംഗത്വം നൽകുന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ, ആലപ്പുഴയിൽ ഏറ്റവും വലിയ പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ, അദ്ദേഹവും ചെറിയ വോട്ടിനാണ് ആറ്റിങ്ങലിൽ തോൽക്കുന്നത്. അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ശോഭയെയും ആ തലത്തിൽ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന ആലോചന. തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യവും പരിഗണനയിലുണ്ട്. കാലങ്ങളായി BDJSന് വലിയ പരിഗണന കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. എങ്കിൽ തന്നെയും തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യം, BDJSന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കാര്യവും ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൽ നമുക്ക് ഏറ്റവും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് കേന്ദ്ര നേതൃത്വത്തിന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുന്നതിനോട് താല്പര്യമുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ലോക്സഭ